ഇന്നത്തെ ഇറാഖിലെ മൂസീൽ എന്ന സ്ഥലത്തിനടുത്തുള്ള നീനവേ എന്ന പ്രദേശത്തേക്കാണ് യൂനസ് നബി അലൈഹിവസല്ലം പ്രബോധത്തിനായി നിയോഗിക്കപ്പെട്ടത്. അവിടുത്തെ ജനങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു. അദ്ദേഹം വർഷങ്ങളോളം അവരോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. ജനങ്ങളുടെ ധിക്കാരം പരിധി വിട്ടപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ തേടിയെത്തുമെന്ന് അദ്ദേഹം അവർക്ക് താക്കീത് നൽകി. എന്നാൽ അല്ലാഹുവിൽ നിന്നും കൃത്യമായ അനുവാദം ലഭിക്കുന്നതിനു മുൻപേ മനസ്മടുത്ത അദ്ദേഹം ആ നാട് വിട്ട് പോവാൻ തീരുമാനിച്ചു. യൂനസ് നബി അലൈഹിവസല്ലം നഗരം വിട്ടതിനു തൊട്ട് പിന്നാലെ ആകാശത്തു കറുത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ ഭയചകിതരായി. അവർ തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുകയും കൂട്ടമായി മരുഭൂമിയിൽ ഒത്തുകൂടി കണ്ണ് നീരോടെ അല്ലാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്തു. അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ആ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരു ജനത ഇവരാണ്. ഇതൊന്നും അറിയാതെ യൂനസ് നബി അലൈഹിവസല്ലം കടൽ തീരത്ത് എത്തി ഒരു കപ്പലിൽ കയറി. കപ്പൽ കടലിന്റെ നടുവിൽ എത്തിയപ്പോൾ പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റും തിരമാലകളും ഉണ്ടായി. കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ ഭാരം കുറക്കാനായി ഒരാളെ കടലിലേക്ക് എറിയണമെന്ന് കപ്പൽ ജീവനക്കാർ തീരുമാനിച്ചു. ആരെ എറിയണമെന്ന് തീരുമാനിക്കാൻ അവർ കുറിയിട്ടു. 3 തവണ കുറിയിട്ടപ്പോഴും യൂനസ് നബി അലൈഹിവസല്ലമയുടെ പേരാണ് വന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് കപ്പലിലുള്ളവർക്ക് അറിയാമായിരുന്നു. എങ്കിലും വിധിക്ക് കീഴടങ്ങി അദ്ദേഹത്തെ കടലിലേക്ക് എറിയേണ്ടി വന്നു. യൂനസ് നബി അലൈഹിവസല്ലം കടലിൽ വീണ ആ നിമിഷം തന്നെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഭീമാകാരമായ ഒരു മത്സ്യം അവിടെ എത്തുകയും അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്തു. എന്നാൽ ആ മത്സ്യം അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കരുതെന്നും ഭക്ഷിക്കരുതെന്നും അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം സുരക്ഷിതനായിരുന്നുവെങ്കിലും അത് കഠിനമായ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ആ അവസ്ഥയിൽ താൻ ചെയ്ത പിഴവിനെക്കുറിച്ചോർത്തു അദ്ദേഹം ബോധവാനാവുകയും അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു: ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തും മിനല്ലാലിമീൻ. യൂനസ് നബി അലൈഹിവസല്ലമയുടെ ആത്മാർത്ഥമായ ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. മത്സ്യം അദ്ദേഹത്തെ സുരക്ഷിതമായി ഒരു തീരത്ത് ഛർദ്ദിച്ചു. വളരെ അവശനായിരുന്ന അദ്ദേഹത്തെ തണലേകാൻ അല്ലാഹു അവിടെ ഒരു ചൂരക്ക ചെടി മുളപ്പിച്ചു. ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ നാടായ നീനവയിലേക്ക് തിരികെ പോയി. അവിടെ എല്ലാവരും വിശ്വാസികളായി മാറിയ കാഴ്ചയാണ് അദ്ദേഹം അവിടെ കണ്ടത്. യൂനസ് നബി അലൈഹിവസല്ലം പോയതിനുശേഷം ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ട് ഭയന്ന് ജനങ്ങൾ കണ്ണീരോടെ അല്ലാഹുവിനോട് മാപ്പിരന്നു. അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. താൻ തിരിച്ചെത്തുമ്പോൾ ജനങ്ങളെല്ലാം വിശ്വാസികളായി തന്നെ സ്വീകരിക്കുന്നത് കണ്ട് അദ്ദേഹം വളരെ അധികം സന്തോഷിച്ചു. ഏകദേശം 100,000-ലധികം വരുന്ന ആ ജനതയെ അദ്ദേഹം പിന്നീട് സന്മാർഗത്തിലേക്ക് നയിച്ചു. ഒരു ജനത ഒന്നടങ്കം വിശ്വസിക്കുകയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രം യൂനസ് നബി അലൈഹിവസല്ലമയുടെ ജനതയുടേത് മാത്രമാണ്.